നമസ്കാരം. ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി എന്റെ മെസ്സേജുകളെല്ലാം കേൾക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാകാറുണ്ട്. അതനുസരിച്ച് സൃഷ്ടാവൻ ദൈവത്തെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും നാളും എന്റെ മെസ്സേജ് കേട്ടിട്ടും അതനുസരിച്ച് ജീവിത രീതിയൊക്കെ മാറിയിട്ടും പ്രശ്നങ്ങൾ മാറാത്തത്? പക്ഷെ അല്ലാതെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള പല വ്യത്യാസങ്ങളും പല രീതിയിലും ഉണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങൾ കുനികിടക്കുന്ന ചില വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും പൂർണ്ണമായിട്ടും മാറുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഞാൻ എന്റെ മെസ്സേജുകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് മതത്തിലാണ് നിങ്ങളെ ദൈവം ജനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതേ മതത്തിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്റെ മെസ്സേജ് കേട്ട് ഇതേപോലെ പലരും പറയുന്നതൊക്കെ കേട്ട് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതല്ലാതെ മതഗ്രന്ഥം വായിച്ചിട്ടില്ല. അപ്പൊ മതം നമുക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. മതം നിങ്ങൾക്ക് ഒരിക്കലും താല്പര്യം വരരുത്. കാരണം മതം എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. അതിന് താല്പര്യം വേണ്ട. പക്ഷേ ഈ സംഘടന ഉണ്ടായി വന്ന ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ദൈവിക പുരുഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാളിലൂടെയാണ് ഈ മതം എന്ന് പറഞ്ഞാൽ ഈ സംഘടന ഉണ്ടായി വന്നിരിക്കുന്നത്. നമ്മൾ ഈ സംഘടനയായിട്ട് ബന്ധം വെക്കേണ്ട. പക്ഷേ അയാൾ എന്ത് പറഞ്ഞു, എന്ത് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അയാൾ പറഞ്ഞതെല്ലാം ദൈവികമായിട്ട് അയാൾക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് എന്തുകൊണ്ട് അറിയണമെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരും വായിക്കുകയോ ഇപ്പം യൂട്യൂബിലൂടെയൊക്കെ അതിന്റെ അതായത് ഓരോ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല, ശരിക്കും അതിലുള്ള മലയാള പരിഭാഷ റീഡിങ് വായിച്ച് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. നിങ്ങൾ അതിലിത് കേട്ടാൽ മതി. വെറുതെ ഹെഡ്ഫോൺ ചെവി വെച്ചിട്ട് നല്ല രീതിയിൽ അത് കേട്ട് മനസ്സിലാക്കിയാലും മതി. പക്ഷെ പണ്ടത്തെ കാലത്ത് ഈ എഴുത്തും വായന വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ചില പണ്ഡിതന്മാർ അവർ മാത്രമേ എഴുത്തും വായന ഉള്ളവരുള്ളൂ. അവർ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഇതിൽ നിന്ന് വ്യാഖ്യാനിച്ച് അറിവില്ലാത്ത ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ച് കൊടുക്കുന്ന രീതി ഈ കഴിഞ്ഞ 2012 വരെ ദൈവം അലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിവ് അധികം ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവർക്കും എല്ലാ അറിവുകളും ടെക്നോളജിയെ വികസിപ്പിച്ച് ദൈവം തന്നെ ഇതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര രീതിയിൽ ഇതെല്ലാവർക്കും കയ്യിൽ എത്തിച്ചതിന് ശേഷവും ഇതൊന്നും വായിച്ചിട്ടോ ഇതൊന്നും അറിഞ്ഞിട്ടോ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നതാണ് ഈ പ്രകൃതിയുടെ വ്യവസ്ഥയിലുള്ള ഏറ്റവും വലിയ ഒരു തെറ്റ്. ഈ ഒരു തെറ്റ് നിൽക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബാക്കി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആയാലും ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് സ്വീകരിച്ചെടുത്ത് ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ആത്മാവിന് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നേരിട്ട് അതിൽ നിന്ന് കണ്ടെത്തി മുന്നോട്ട് പോകണം. കാരണം അതിൽ നിന്ന് ഒരുപാട് മർമ്മങ്ങൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ കഴിഞ്ഞ മെസ്സേജിലും പറഞ്ഞു. അപ്പൊ അത് കിട്ടുന്നതാണ് നിങ്ങളുടെ ആത്മാവ് വളരാൻ സൗകര്യമായ ഏറ്റവും വലിയൊരു കാര്യം. മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അവർക്ക് കിട്ടിയ കാര്യങ്ങൾ, അവർക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. പലതും അവർക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, വായിച്ചിട്ട് അവരെ തലയിൽ പോലും കയറിയിട്ടില്ല. പ്രത്യേകിച്ച് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈ കൃപ, ദൈവ സ്നേഹം എന്ന് മനസ്സിലാക്കി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാള് ബൈബിൾ വായിച്ചാൽ അതിൽ നിന്നും ഒരിക്കലും ദൈവത്തിന്റെ ശിക്ഷയും ദൈവത്തിന്റെ ന്യായമായ വിധിയും കാര്യങ്ങളും അയാൾക്കത് മനസ്സിലാവൂല. ആ കാര്യങ്ങളൊക്കെ അയാൾക്ക് ബ്ലാങ്ക് ആയി പോകും. അത് കാരണം അയാൾ ദൈവ സ്നേഹമാണെന്നും പറഞ്ഞ് തോന്നിയത് ജീവിക്കുകയും ചെയ്യും. കുടുംബത്തോട് കൂടെ കഷ്ടം അനുഭവിച്ചും കരഞ്ഞു വിളിച്ച് നടക്കേണ്ട ആവശ്യം വരും. അപ്പം പിശാചിനെ ചീത്ത വിളിച്ചു നടക്കും. ഒരിക്കലും ദൈവത്തിന്റെ ന്യായമായ വിധി അതിന്റെ അകത്തുണ്ടെന്നും തെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ഇങ്ങനെ ഫലം വരുമെന്നൊന്നും അയാൾ തിരിച്ചറിയുന്നില്ല. ദൈവം ശിക്ഷിക്കില്ല, ദൈവസ്നേഹം എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പം എന്റെ ഈ മെസ്സേജ് ഈ കേൾക്കുന്ന പലരും സത്യം എന്താണെന്നും ഈ ഒരു മതത്തിൽ അടിമപ്പെടാതെ ആ ഒരു ഒറ്റ ദൈവത്തെ മതി എന്ന് വിശ്വസിക്കുന്നവർ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ എന്റെ മെസ്സേജ് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏറെക്കുറെ പേര് നിങ്ങൾ ഇനിയെങ്കിലും അതാത് മതത്തിലെ ഗ്രന്ഥങ്ങൾ വായിക്കണം. വായിച്ചതിന് ശേഷം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പൊ എനിക്ക് ദൈവം പറഞ്ഞിട്ടില്ല ഓരോ മതഗ്രന്ഥത്തിൽ നിന്നും ഓരോന്നൊക്കെ വായിച്ച് നിങ്ങളെ ഇരുന്ന് മറ്റുള്ളവർ പഠിപ്പിക്കും പോലെ പഠിപ്പിക്കുന്ന ജോലി എനിക്ക് തന്നിട്ടില്ല. കാരണം അത് കഴിഞ്ഞു. ഇനി ഈ മതപണ്ഡിതന്മാർ അവർ വായിച്ച് അവരിരുന്ന് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന പ്രക്രിയയുടെ ആവശ്യം ഇനി ഇല്ല. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം. എഴുത്തും വായനയുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇതെല്ലാം ദൈവം തന്നെ തിരിച്ചും മറിച്ചും പല രീതിയിലും പലർക്കും നൽകിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മതപണ്ഡിതന്മാര് അതാത് മതത്തിലുള്ള അവർക്ക് ബോധിച്ച കാര്യങ്ങളും അവർ വ്യാഖ്യാനിച്ച് പറയുന്ന കാര്യങ്ങളും കേട്ടിരുന്നും കൊണ്ട് അതിന്റെ പിറകെ പോയാൽ നിങ്ങളുടെ ആത്മാവ് വളരില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയാം. കാരണം അതായിരിക്കില്ല നിങ്ങളുടെ ആത്മാവിന് വേണ്ടത്. നിങ്ങളുടെ ആത്മാവിന് അതിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും സത്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടണം. ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയല്ലോ, അത് എല്ലാവരും പറയുന്ന ഒരേ കാര്യം. അങ്ങനെ അല്ല. നിങ്ങൾ നേരിട്ട് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ ആരും പറയാത്തതും ഇതുവരെ കിട്ടാത്ത പല കാര്യങ്ങളും
നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരും. ഇതൊരു അനുഭവമാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കും. അങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സംശയങ്ങൾ വരും. അപ്പൊ അതെന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത്, എങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് മറ്റേ മതത്തിൽ ഇല്ല, അല്ലെങ്കിൽ ആ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇതിലെന്ത് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സംശയങ്ങൾ വരും. കാരണം നിങ്ങൾ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പലരും വ്യാഖ്യാനിച്ചതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ നിങ്ങൾ എന്റെ മെസ്സേജിന്റെ അടിയിൽ കമന്റില് ഇത് ഏത് ഖുറാനിലെയാണോ ബൈബിളിലെയാണോ അല്ലെങ്കിൽ എത്രാമത്തെ വചനം ഏത് എവിടെ കിടക്കുന്നു എന്നുള്ളത് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ കാര്യമെന്ത്, ഇതിന്റെ ആവശ്യമെന്ത് എന്ന രീതിയിൽ സംശയം ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ സംശയം തീരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും അത് മനസ്സിലാകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അങ്ങനെ സംശയം വരുള്ളൂ. ഇതിപ്പോ കേട്ടോ കൊള്ളാം, മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയിട്ട് എന്റെ ഇത്രയും നാളത്തെ മെസ്സേജ് കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വരും. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും, സംശയങ്ങൾ വരും. ഇപ്പൊ തന്നെ 2 ദിവസം മുമ്പ് ഒരു നല്ലൊരു സംശയം എനിക്ക് വന്നത്, ഈ ഇസ്ലാം മതത്തില് ഈ സുന്നത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ അവരുടെ ലിംഗത്തിന്റെ അഗ്രത്തെ ചർമ്മം മുറിച്ചു കളയുന്ന പരിപാടി. ഇതിനെ ബൈബിളിലൊക്കെ പരിച്ഛേദന എന്ന് പറയും. യഹൂദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്, മുസ്ലിംസും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വന്ന ചോദ്യം, ഇപ്പൊ സൃഷ്ടാവായ ദൈവമാണ് ഇത് പറഞ്ഞ് ചെയ്യിക്കുന്നതെങ്കിൽ അതാത് മതത്തിലെല്ലാം ഒറ്റ ദൈവമല്ലുള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെ ദൈവം ആൺകുട്ടികളെ ജനിപ്പിക്കുന്നു? കാര്യം ജന്മനാൽ അങ്ങനെ ഒരു ചർമ്മം ഇല്ലാതെ ജനിപ്പിച്ചാൽ പോരെ, ജനിച്ചതിന് ശേഷം അത് മുറിച്ചു കളയേണ്ട ആവശ്യമുണ്ട്, അത് പ്രകൃതിക്ക് വിരുദ്ധമല്ലേ? നല്ലൊരു ചോദ്യമാണ്. ഇതേപോലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കും അതിൽ നിന്ന് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ താനെ മാറിപ്പോകുന്നത്. കാരണം നിങ്ങളുടെ ആത്മാവ് നല്ല പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ എത്രത്തോളം തീർക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ താനെ മാറിയിരിക്കും. പിന്നെ മാറ്റമൊന്നുമില്ല. അല്ല, പ്രശ്നം മാറാൻ എന്ത് ചെയ്യണം ചോദിച്ചല്ല പോകേണ്ടത്. ആത്മാവിന് വളരാൻ വേണ്ടിയിട്ടുള്ള ആഹാരം, അല്ല ആ എനർജി ഇങ്ങനെയുള്ള സംശയ ക്ലിയറായി വരുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആത്മാവ് വളരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ശക്തികൾ താനെ അവരുടെ ശക്തി കുറഞ്ഞ് വിട്ടുപോകുന്നത്. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മുസ്ലിം മതങ്ങളാണ്, മുസ്ലിംസാണ് നമുക്ക് ചുറ്റും സ്ഥിരം ആ പരിപാടി ഉള്ളത്. മുസ്ലിം മതത്തിൽ ഖുറാനിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ മുസ്ലിമിന്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ ആദ്യ പിതാവ് എന്ന് പറയുന്ന എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബിയെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെ ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന, ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളെ പോലെ ഹിന്ദുക്കളാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ടുമൊക്കെ ഇത് വന്നത്, ഇന്ത്യയിലൊക്കെ വന്നിരിക്കുന്നത്. ആ ദേശത്ത് നിന്നും വിഗ്രഹങ്ങളെയും മറ്റു പല ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ദൈവം ചില ദർശനങ്ങളും കാഴ്ചകളും കൊടുത്ത് വിളിച്ചിറക്കിയ ഒരാളാണ് എബ്രഹാം. ഇത് യേശുവിനും 3000-4000 വർഷത്തിന് പുറകോട്ടുള്ള കഥയാണ് ഈ പറയുന്നത്, അല്ലാതെ ഈ അടുത്ത കാലത്തുള്ളതല്ല. ഇപ്പോഴത്തെ കണക്ക് നോക്കണമെങ്കിൽ ഒരു 5000-6000 വർഷമെങ്കിലും പുറകോട്ടുള്ള കഥയായിരിക്കും. അപ്പൊ അങ്ങനെ വിളിച്ചിറക്കിയ എബ്രഹാമിനെ ദൈവം പല ദർശനങ്ങളും ചില അദൃശ്യ ശക്തികളുടെ ഇടപാടിലെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി നല്ല പ്രായമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു 90 വയസ്സോ 70 വയസ്സോ എങ്ങോട്ടൊക്കെ ആ പ്രായമുണ്ട്. ബൈബിൾ എനിക്ക് നല്ല ഓർമ്മയില്ല, പണ്ട് വായിച്ചതാണ്. അപ്പം ഭാര്യയ്ക്കും നല്ല പ്രായമുള്ളതാണ്, 70-60-70 വയസ്സെങ്ങാണ്ട് വൈഫിനുണ്ട്. അപ്പൊ അതുമല്ല, ഇവർക്ക് മക്കളില്ല. അപ്പൊ ഗർഭമൊക്കെ നിന്നു, ഗർഭമൊക്കെ പരിപാടികളൊക്കെ നിന്ന് കഴിഞ്ഞു. ഇനി അങ്ങനത്തെ വകുപ്പേ ഇനി ചാൻസ് ഇല്ല. ആ സമയത്താണ് ദൈവത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നത്, നിങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കും. ഈ ആൺകുട്ടിയിലൂടെ, ആദ്യമായി ജനിക്കുന്ന കുട്ടിയിലൂടെ ഞാൻ ഒരു വലിയൊരു പ്രജ, ഒരു ദൈവജനം, സൃഷ്ടാവാൻ ദൈവത്തെ, അത് ഏകദൈവത്തെ വിശ്വസിക്കുന്ന വലിയ ഒരു ജനത്തെ ഞാൻ നിന്റെ മകനിലൂടെ ഞാൻ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു വെളിപാട് ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോൾ എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് അത് പൂർണ്ണമായിട്ടും കൂടി വിശ്വാസം വരുന്നില്ല. കാരണം വയസ്സായി, ഭാര്യയും വയസ്സായി. ഇപ്പം ഒരു അപ്പൂപ്പനും അമ്മയ്ക്കും മക്കൾ ജനിക്കുക എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഭാര്യയുടെ സമ്മതത്തോടു കൂടി എബ്രഹാം എന്ത് ചെയ്തു? എന്തായാലും ഈ ഭാര്യയ്ക്ക് ഗർഭം വരൂല, 100% ഉറപ്പാണെന്നാണ് എബ്രഹാമിന്റെ വിചാരം. ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയായ ഒരു ദാസിയെ ലൈംഗികമായി ബന്ധമുണ്ടാക്കി അതിലൊരു കുട്ടിയെ ജനിപ്പിച്ചു. അതായത് അവൾ ഗർഭിണിയായി. അതിനുശേഷമാണ് ദൈവത്തിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊരു പ്രശ്നം പറഞ്ഞത്. ദൈവം ഭാര്യയിലൂടെ പറഞ്ഞതിനെ
എബ്രഹാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഇത് ദൈവം പറഞ്ഞതുപോലെ നടക്കില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു ദാസിയിലൂടെ ഈ കുട്ടിയെ ജനിപ്പിച്ച് അത് ആ ഒരു കുട്ടി ജനിച്ചു. ഇപ്പൊ ദൈവത്തിൽ നിന്നും അത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ദേഷ്യം അന്ന് അറിയാമല്ലോ. ഇപ്പം യേശുവിലൂടെയും ബുദ്ധനിലൂടെയൊക്കെയാണ് സ്നേഹഭാവം ഉള്ളത്. അതിനു മുമ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കോപഭാവം ശിവഭാവത്തിലാണ് കൂടി നിൽക്കുന്നത്, കോപഭാവത്തിലാണ്. ആ സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ആ കുട്ടിയെയും അമ്മയെയും ആ ദാസിയെയും കുട്ടിയെയും ദൂരദേശത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ദൈവത്തെ ധിക്കരിക്കാൻ പറ്റാതെ എബ്രഹാം ശക്തമായ രീതിയിൽ വിഷമിച്ച് നിവൃത്തിയില്ലാതെ ആ കുട്ടിയെ ആ അമ്മയും കൊണ്ട് ദൂരദേശത്ത് കൊണ്ട് ഉപേക്ഷിച്ചു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കഥ. ആ കുട്ടിയെ അമ്മയും ദൈവം തന്നെ സഹായിച്ചു. കാരണം എബ്രഹാമിലൂടെ ദൈവം വാക്കുകൊടുത്ത ഒരു ആൺകുട്ടിയാണ് ആ സ്ത്രീക്ക് ജനിച്ചിരിക്കുന്നത്. ആ സ്ത്രീയെയും കുട്ടിയെയും ദൈവം തന്നെ ഒരു ദൂതനെ അയച്ച് അല്ലെങ്കിൽ ദേവനെ അയച്ച് അവിടെ നിന്ന് രക്ഷിച്ച് മറ്റൊരു ദേശത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് അവരെ വളർത്തി അവിടെ ഒരു പ്രജ ഉണ്ടായി വന്ന് അവിടെ നിന്നാണ് ശരിക്കും മുഹമ്മദ് നബിയൊക്കെ ജനിക്കുന്നത്. ആ തലമുറയും ആ ദേശത്തു നിന്നും ആ കുട്ടിയിലൂടെ ജനിച്ച അനന്ത തലമുറകളാണ് ഇപ്പൊ മുസ്ലിംസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതേ സമയം എബ്രഹാമിലൂടെ ശരിക്കും ദൈവം പറഞ്ഞ ഭാര്യയിലൂടെ ആ വയസ്സായ ആ സ്ത്രീയിലൂടെ എബ്രഹാമിന് ശരിക്കും അടുത്ത ഒരു മകൻ ഉണ്ടാകുകയും ആ മകനിലൂടെ ജനിച്ച തലമുറകളാണ് ഈ യഹൂദം പറയലിൽ ഇസ്രായേലായിട്ട് വരുന്നത്. യേശുവൊക്കെ ഇപ്പുറത്തെ ഈ ശരിക്കുള്ള ഭാര്യയിലൂടെ ജനിച്ച തലമുറയിൽപ്പെട്ടതാണ് യേശുവൊക്കെ. അപ്പൊ അപ്പുറത്തെ സൈഡിൽ കൂടെ ദാസിയിലൂടെ ജനിച്ച കുട്ടിയിലൂടെ മുസ്ലിം മതം അല്ലെങ്കിൽ ആ ഇസ്ലാം ആ ലെവലിൽ വരികയും ഇപ്പുറത്തെ ഇതിലൂടെ യഹൂദ മതവും ക്രിസ്ത്യ മതവും രണ്ടിതിലൂടെ വന്നു. അപ്പം യഹൂദ മതത്തിൽ നിന്ന് യേശു ജനിക്കുന്നു. യേശുയുടെ ശിഷ്യന്മാരിലൂടെ വർഷങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ മതവും ഉണ്ടായി വരുന്നു. അപ്പം ഈ രണ്ട് മതവും ഇപ്പുറത്തും മുസ്ലിം മതം അപ്പുറത്തും ഇതെല്ലാം ശരിക്കും സൃഷ്ടാവ ദൈവത്തിൻ്റെതാണ്. അപ്പൊ എബ്രഹാം ഇങ്ങനെ ദൈവത്തെ അവിശ്വസിച്ചും കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധിയാൽ ഇങ്ങനൊരു മണ്ടത്തരം ചെയ്ത് അതിനെ തെറ്റിച്ച് കളഞ്ഞത് കാരണം എബ്രഹാമിന് ദൈവം കർശനമായ ഒരു നിർദ്ദേശം കൊടുത്തതാണ്. ഈ പരിച്ഛേദന ചെയ്യണം, ലിംഗത്തിന്റെ അഗ്രത്തെ ചർമ്മം മുറിച്ച് കളയണം എന്ന് പറഞ്ഞത് ഒരു ശിക്ഷയാണ് എന്നാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല, നാളെ എബ്രഹാമിലൂടെ ജനിക്കുന്ന മക്കളും ഇങ്ങനെ ഈ അവയവം വെച്ച് ആ ലൈംഗിക അവയവം വെച്ച് ദൈവത്തിന് വിരുദ്ധമായ തെറ്റ് ചെയ്യരുത് എന്ന ഒരു വാണിംഗ്, ഒരു ഓർമ്മപ്പെടുത്തലിന് ഒരു അടയാളമായിട്ടാണ് ഇബ്രാഹിം നബിയിലൂടെ ഈ ഒരു പരിപാടി ചെയ്തു വന്നത്. അപ്പൊ ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഈ നമ്മളെ ലൈംഗികമായ ഇത് വെച്ച് ഒരിക്കലും പാപം ചെയ്യരുത്, അതിനുള്ളൊരു മുന്നോടിയായിട്ടുള്ളൊരു അടയാളമാണ് ഈ സാധനം. അപ്പൊ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ മുറിച്ച് വേദനയൊക്കെ അനുഭവിച്ചിട്ട് ആ കുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, ഇതിനൊരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയിൽ പോകണം, ഒരിക്കലും തെറ്റായ രീതിയിൽ ജീവിക്കരുത്, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരണം എന്നതായിരുന്നു യഥാർത്ഥ കാര്യം. അപ്പൊ അങ്ങനെ വർഷങ്ങൾ 2000, 3000, 4000 വർഷമൊക്കെ ആയതിനു ശേഷം യേശു ജനിച്ചതിന് ശേഷം യേശുവിനെയും യഹൂദ മതക്കാർ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം പരിച്ഛേദനയൊക്കെ ചെയ്തിട്ടുണ്ട്, സുന്നത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ യേശു സ്നേഹത്തിന്റെ ആളായതുകൊണ്ടും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ദൈവം അല്ല, ശരി, ദൈവത്തിന് ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ മുഖം കൂടി ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ പുറമേ ഈ പരിച്ഛേദന അല്ലെങ്കിൽ സുന്നത്ത് എന്നുള്ള സാധനം ചെയ്തിട്ട് നിങ്ങളുടെ തോന്നിയതുപോലെ വ്യഭിചാരവും ചെയ്ത് ലൈംഗിക ബന്ധങ്ങളും ഉണ്ടാക്കി നടക്കുന്നതിനെ കാട്ടിലും നല്ലത് പുറമേ ഉള്ള ഈ ഷോ അല്ലെങ്കിൽ ഈ ഒരു പരിച്ഛേദനയുടെ ആവശ്യമേ വരുന്നില്ല. നിങ്ങൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശുദ്ധരാകുകയും നിങ്ങൾ ഉള്ളിൽ വേണം നിങ്ങളുടെ പരിച്ഛേദന അല്ലെങ്കിൽ സുന്നത്ത് നടക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലായിരിക്കണം. അല്ലാതെ പുറമേ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ ചെയ്തിട്ട് അകമേ തോന്നിയതുപോലെ തെറ്റായി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന പഠിപ്പീരാണ് യേശുവിലൂടെ ക്രിസ്ത്യ മതം പഠിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് യേശു ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ശിഷ്യന്മാർക്കോ അതിനുശേഷമുള്ള ശിഷ്യന്മാർക്കോ ഇത് കർശനമായി പറഞ്ഞിട്ടില്ല, ഇപ്പോഴും നിർബന്ധമില്ല. നമുക്ക് ഇത് ദൈവം പണ്ട് വെച്ചിരുന്ന ഒരു വ്യവസ്ഥയല്ലേ, വേണമെങ്കിൽ പാലിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ അത് ചെയ്തു നോക്കാം, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ പുറമെ ചെയ്യുന്നതിലല്ല കാര്യം, അകമേ ഈ രീതിയിൽ ഈ ലൈംഗിക ബന്ധത്തിൽ പാപം ചെയ്യില്ല എന്ന് 100% ഉറപ്പുള്ളവർക്ക് ഇത് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിച്ചു എന്ന രീതിയിൽ ശിക്ഷ ചിലപ്പം കൂടും. അതാണ് എന്റെ പിന്നിലെ വസ്തുത. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയിലൂടെ ഖുറാനിൽ ഇത് നിർബന്ധമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് ഖുറാനിൽ വായിച്ചാൽ ഇല്ല, അങ്ങനത്തെ സാധനം ഇല്ല. പക്ഷെ ഇബ്രാഹിം നബിയിലൂടെ ആ തലമുറ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ മുഹമ്മദ് നബിയും ചെയ്തിട്ടുണ്ട്. നബിക്ക് വന്ന ശിഷ്യരെയും നബിയിലൂടെ അങ്ങനെ ചെയ്യിപ്പിച്ചു വന്നേ ഉള്ളൂ. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സുന്നത്ത് ചെയ്തിട്ടും ഉപയോഗമുള്ളൂ. ഇത് വെറുതെ ചടങ്ങായി മാറിപ്പോയി. ഇനി എന്റെ മെസ്സേജ് കേൾക്കുന്ന മുസ്ലിംസ് ഉണ്ടെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള വ്യവസ്ഥ. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്